നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കയ്യിൽ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പിന്റെ ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കും, പക്ഷേ എല്ലാം ഒന്നും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വളരെ ഫാസ്റ്റ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഫാസ്റ്റ് VC ടൂൾ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. അതായത് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് നൗവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം വായിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് സോഫ്റ്റ്വെയർ ഫാസ്റ്റ് സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞ് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പിന്റെയോ ഡെസ്ക്ടോപ്പിൽ ഇത് സേവ് ആകും. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. വളരെ മിനിമൽ ആയിട്ടുള്ള വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഓപ്ഷൻ ആണ് റെക്കോർഡ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇവിടെ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ, അതായത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുക്കുമ്പോൾ അതിൽ ചില കസ്റ്റമൈസേഷൻസ് ചെയ്യാൻ പറ്റും. അതായത് സ്ക്രീനിന്റെ ഏത് ഭാഗമാണ് ഇപ്പൊ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാണുന്ന ഇതിന്റെ സൈഡിലൂടെ കാണുന്ന ഈ റെഡ് ലൈന് നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഏരിയ റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. ഇതേപോലെ നമുക്ക് എങ്ങോട്ട് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെയോ ലാപ്ടോപ്പിന്റെയോ സ്ക്രീൻ ഫുൾ ആയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഈ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചില ആസ്പെക്ട് റേഷ്യോസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഫുൾ സ്ക്രീൻ ആണ് റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുശേഷം അടുത്ത ഓപ്ഷൻ ആണ് വെബ് ക്യാം വേണോ വേണ്ടോ എന്നുള്ളത് ഇവിടെ ഒന്ന് ഡിസൈഡ് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വെബ് ക്യാം എനേബിൾ ആയിട്ട് വരും. ഈ വെബ് ക്യാമിന്റെ ഈ ഒരു ഇന്റർഫേസ് ഈ ഒരു ലുക്കിൽ വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇവിടെ സർക്കിൾ ആണ് കിടക്കുന്നത്, സ്ക്വയർ ആക്കണമെങ്കിൽ സ്ക്വയർ ആക്കാം, അതേപോലെ തന്നെ ഓവൽ ഷേപ്പിലാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. സാധാരണ നമ്മൾ കൂടുതലും കാണാറുള്ളത് സർക്കിളും സ്ക്വയറും ആണ്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ വെബ് ക്യാം റെക്കോർഡ് ചെയ്യുമ്പോൾ സർക്കിൾ ഷേപ്പിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി വെബ് ക്യാമിന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇവിടെ സ്പീക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്പീക്കർ സെലക്ട് ചെയ്യാം. അതിനടുത്തായിട്ട് മൈക്രോഫോണിന്റെ ഓപ്ഷൻ ആണ്. എക്സ്റ്റേണൽ മൈക്ക് വല്ലതും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓഡിയോയും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോപ്പ് റെക്കോർഡ് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് എത്ര നേരത്തിന് ശേഷമാണ് വീഡിയോ റെക്കോർഡിംഗ്, അതായത് സ്ക്രീൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഓപ്ഷനാണ്. സാധാരണ സ്ക്രീൻ റെക്കോർഡിലൊന്നും ഈ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് മൈക്രോഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അതായത് നമ്മൾ മുമ്പേ കണ്ട സെയിം ഓപ്ഷൻ തന്നെയാണ്. മൈക്രോഫോൺ എക്സ്റ്റേണലി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇവിടെ മൈക്രോഫോണിന്റെ ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെയോ ലാപ്ടോപ്പിന്റെയോ ഒക്കെ ഉള്ളിലുള്ള ആ ഒരു മൈക്കിലൂടെ അല്ലാതെ എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്ത് അത് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഓഡിയോയും സ്ക്രീൻ റെക്കോർഡിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഓപ്ഷനാണ് സ്ക്രീൻഷോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നമ്മൾ പലപ്പോഴും റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും ഒക്കെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണ് ഇത്. സിമ്പിൾ ആണ് ഇതിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയും ഈ ഒരു സ്ക്രീനിന്റെ ഫുൾ സ്ക്രീൻ ആണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നോക്കുക, ഈ ഒരു സ്ക്രീൻ ഞാൻ കൊണ്ടുവന്നു. ഇനി ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് ഫുൾ സ്ക്രീൻ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പം ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, ഓപ്പൺ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ക്ലിക്ക് ചെയ്ത സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രീൻഷോട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം മാത്രമായിട്ടാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. നോക്കുക, ഈ കാണുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഭാഗമാണോ സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടത് അത്രയും ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ട്. നോക്കുക, ഇവിടെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നുള്ളത്. അതും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല ഷോർട്ട് കട്ടുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ഇവിടെ നിന്ന് സാധിക്കും. ഇനി ഇവിടെ ഇതിന്റെ കുറെ സെറ്റിംഗ്സുകളുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നോക്കി, ഇനി ഇതിന്റെ സെറ്റിംഗ്സുകൾ നോക്കണം. സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ടും റെക്കോർഡ് ചെയ്യുന്ന ഫയലുകളും സേവ് ചെയ്യണോ എന്നുള്ളത് ഇവിടെ നമുക്ക് ബ്രൗസിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മൗസ് പോയിന്റ് റെക്കോർഡിംഗിൽ കാണിക്കണോ വേണ്ടോ എന്നുള്ളത് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. പിന്നെ കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ടിംഗിൽ കാണിക്കും. അത് വേണോ വേണ്ടോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഷോർട്ട് കട്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി, റെക്കോർഡിംഗ് ക്വാളിറ്റി നമുക്ക് ഇവിടെ നിന്ന് ഡിഫോൾട്ട് ആയിട്ടുള്ളത് ഓൾറെഡി സെറ്റഡ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഫ്രെയിം റേറ്റ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും അതിനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. എനിക്കിപ്പോൾ എൻ്റെ ഈ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഒന്ന് റെക്കോർഡ് ചെയ്യണം. അതായത് ഈ ഒരു പേജ് ഇതിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യണം. ജസ്റ്റ് ഞാൻ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കി അതിനുശേഷം
ഇവിടെ നിന്ന് കസ്റ്റം സ്ക്രീൻ റെക്കോർഡിംഗ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, ഫുൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഞാൻ ഫുൾ സ്ക്രീൻ റെക്കോർഡിംഗ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ റെക്കോർഡ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതിന്റെ കുറേ സെറ്റിംഗ്സും കാര്യങ്ങളും ഷോർട്ട് കട്ട് കീസും ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം വെബ് ക്യാം സെലക്ടഡ് ആണോ അല്ലയോ അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് റെക്കോർഡിംഗ് ആഫ്റ്റർ അത് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. മൈക്രോഫോൺ ഏതെങ്കിലും സെലക്ടഡ് ആണോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യും. ഞാൻ ഇവിടെ ഈ സ്ക്രീനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും കാണിച്ചാലും അത് മൊത്തം ഇവിടെ റെക്കോർഡ് ആകും. നോക്കുക, ഞാനിവിടെ ഇതൊന്ന് സെലക്ട് ചെയ്യുകയാണ്, ഇതൊന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ട് ഇപ്പം സ്ക്രീനിന്റെ. അപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് വെച്ച് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ റൺ ആവുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റെക്കോർഡിംഗ് പോസ് ആവും. അതിനുശേഷം ഇവിടെ നിന്ന് റിസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പോപ്പപ്പ് ഹൈഡ് ആവും. ഓക്കെ, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനിവിടെ ജസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വീണ്ടും വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏത് ഫോർമാറ്റിലേക്കാണ് ഇത് റെക്കോർഡ് ആണത്, MP4 ആണോ MP3 ആണോ എന്നുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇവിടെ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കൂടുതൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി റെക്കോർഡ് ചെയ്ത ഫയൽ എവിടെയാണ് സേവ് ആയിരിക്കുന്നത് ആ ഒരു ഫോൾഡറിലേക്ക് പോകണമെങ്കിൽ ഓപ്പൺ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫയൽ ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്തത് ഇവിടെ സേവ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ഇവിടെ റെക്കോർഡ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രോ വേർഷൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ കാണുന്ന ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ. 1 ഇയറിലേക്ക് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ റെക്കോർഡർ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മാത്രം ഡൗൺലോഡ് ചെയ്യുക. അതേപോലെ ബൈ ചെയ്യണമെങ്കിൽ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് മാത്രം ബൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.